എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണം വെള്ളി നിരക്കുകളുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇന്ന് കഥയിലെ ഹീറോ സ്വർണമല്ല വെള്ളിയാണ്. രാജ്യാന്തര ആഭ്യന്തര തലത്തിൽ സ്വർണ്ണവില താഴേക്ക് വീഴുമ്പോൾ ഘടകവിരുദ്ധമായി കുതിച്ചു ഉയരുകയാണ് വെള്ളിവില. അതും റെക്കോർഡുകൾ തകർത്തുകൊണ്ട് കേരളത്തിൽ സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 8,945 രൂപയും പവന് 80 രൂപ കുറഞ്ഞ് 71,560 രൂപയും ആയിട്ടുണ്ട്. രാജ്യാന്തര വില ഔൺസിന് $3,336 നിന്ന് $3,305 നിലവാരത്തിലേക്ക് താഴ്ന്നതാണ് ഇന്ന് കേരളത്തിലും സ്വർണ്ണവില കുറയുവാൻ സഹായിച്ചിരിക്കുന്നത്. രാജ്യാന്തര വില ഡോളറും രൂപയും തമ്മിലെ വിനിമയ നിരക്ക്, ബോംബെ വിപണിയിലെ സ്വർണ്ണവില, സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകൾ ഈടാക്കുന്ന വില എന്നിവ വിലയിരുത്തിയാണ് ഓരോ ദിവസവും രാവിലെ കേരളത്തിൽ സ്വർണ്ണവില നിർണ്ണയിക്കുന്നത്. ഇന്ന് രൂപ ഡോളറിനെതിരെ 1 പൈസ ഉയർന്ന് 85.62 വ്യാപാരം ആരംഭിച്ചത്. സ്വർണത്തിന്റെ ബോംബെ റേറ്റ് ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 9,807 രൂപയും ബാങ്ക് റേറ്റ് 10 രൂപ താഴ്ന്ന് 9,910 രൂപയുമായത് കേരളത്തിലെ വില കുറയുവാൻ വഴിയൊരുക്കി. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായിട്ടുള്ള US-ഉം ചൈനയും തമ്മിൽ ലണ്ടനിൽ നടക്കുന്ന വ്യാപാര ചർച്ച സമവായത്തിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷകളാണ് സ്വർണ്ണവിലയെ പ്രധാനമായിട്ടും താഴേക്ക് നയിക്കുന്നത്. യൂറോ, യെൻ, പൗണ്ട് തുടങ്ങിയ ലോകത്തിലെ 6 സുപ്രധാന കറൻസികൾക്കെതിരായ US ഡോളർ ഇൻഡെക്സ് 0.20% ഉയർന്ന് 99.14ലും US ഗവൺമെന്റിന്റെ 10 വർഷത്തെ കടപ്പത്ര ആദായ നിരക്ക് നേരിയ തോതിൽ മെച്ചപ്പെട്ട് 4.487%-ലെത്തിയതും സ്വർണ്ണവില കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളിവിലയിലും റെക്കോർഡ് മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യാന്തര തലത്തിലെ അനുകൂല ഘടകങ്ങളുടെ കരുത്തിൽ റെക്കോർഡ് മുന്നേറ്റമാണ് വെള്ളിവില കാഴ്ചവെക്കുന്നത്. രാജ്യാന്തര വില ഔൺസിന് 13 വർഷത്തെ ഉയർന്ന നിരക്കായിട്ടുള്ള $36 മുകളിലെത്തി വൈകാതെ $38 കുതിച്ചേക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നത്. വെള്ളിവില കുതിക്കുവാനുള്ള കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്തിലെ നമ്പർ 1 സാമ്പത്തിക ശക്തിയായിട്ടുള്ള US നേരിടുന്ന സാമ്പത്തിക അസ്ഥിരതയും സിൽവർ ETF പോലുള്ള വെള്ളി അധിഷ്ഠിത നിക്ഷേപങ്ങളിലേക്ക് മാറുവാനും നിക്ഷേപകരെ പ്രേരിപ്പിക്കുന്നു. ഇത് വില കൂടാൻ ഇടയാക്കുന്നു. വ്യാവസായിക ഡിമാൻഡും മറ്റൊരു കാരണമാണ്. സോളാർ പാനൽ, വൈദ്യുത വാഹനം, ഇലക്ട്രോണിക്സ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിലെ അവശ്യ വസ്തുവാണ് വെള്ളി. ഈ മേഖലകളിൽ നിന്ന് ഡിമാൻഡ് കൂടിയതും വില കുതിപ്പിന് കാരണമായെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. US-ന്റെ കേന്ദ്ര ബാങ്കായിട്ടുള്ള ഫെഡറൽ റിസർവ് ബാങ്ക് 2025 സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ മാസങ്ങളിലായി 0.25% വീതം പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് ചില നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത്. പലിശ നിരക്ക് കുറയുകയാണെങ്കിൽ ഡോളറിന്റെ മൂല്യവും കടപ്പത്ര ആദായ നിരക്ക് എന്നിവയും താഴുന്നതാണ്. ഇത് സ്വർണത്തിനും വെള്ളിയും വില കുതിപ്പിനുള്ള വളമാകുമെന്നാണ് നിലവിലിപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.